നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തിരുത്ത് ഉണ്ട്. ഏകദേശം ഒരു 13 ദിവസം മുമ്പ് യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ, പുനലൂർ കൺവെൻഷൻ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ഹെഡിങ്ങിൽ, ആ ഹെഡിങ്ങിൽ സംസാരിച്ചിരിക്കുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് പ്രിൻസ് പാസ്റ്റർ എന്നാണ്. അദ്ദേഹം പുനലൂർ ഈസ്റ്റ് സെക്ഷന്റെ പ്രസ്ബിറ്ററാണ്. അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പിംഗ് എനിക്ക് കുറച്ചുപേർ അയച്ചു തന്നു. എന്നിട്ട് ഇത് പക്കാ ദുരുപദേശമാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് ലിവ്യാദാനെ കുറിച്ച് സംസാരിച്ച ശേഷം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ പാമ്പ് കഥയാണെന്നും അതിന്റെ പിന്നിൽ പിശാചുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി? അത് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന്. എന്നാൽ അത് നീതിയായ ഒരു കാര്യമല്ല. അദ്ദേഹം ഒരു വിശദീകരണം എന്നതിന്റെ പേരിൽ വിളിച്ചപ്പോൾ ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സമൂഹത്തിൽ എത്തിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളെ കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടായാൽ ആ പ്രതികരണം സമൂഹത്തിൽ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം സത്യാന്വേഷണമാണ് ഞങ്ങളുടെ മുഖമുദ്ര. സത്യം അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്താണ് സത്യം? അത് സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം പുനലൂരിൽ പറഞ്ഞ പ്രസംഗത്തെ നമുക്ക് കേൾക്കാം. കാടപ്പക്ഷിയെ കൊടുത്ത് പ്രകാശമായി വരുന്ന കർത്താവാണ് ഇന്ന് രാത്രിയിലും ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പന്തലിലും ഗ്രൗണ്ടിലുമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ലെവ്യാദാന്റെ തലയെ തകർത്തു. ചെറിയായിരിക്കും ലെവ്യാദാൻ എന്ന് പറയുന്നത് കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ജീവിക്കുന്ന ഒരു തരം വലിയ മത്സ്യമാണ്, തിമിംഗലം പോലുള്ളതാണ്. അതിൽ നിന്ന് കാടപ്പക്ഷികളെ കൊടുത്തു എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ലെവ്യാദാൻ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ശക്തി. ഏതൻ തോട്ടത്തിൽ പാമ്പ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ശക്തിയായിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് പിശാചിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എല്ലാ കാലത്തും ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ശക്തികളുണ്ട്. അത് ലെവ്യാദാന്റെ ശക്തിയാകാം, അല്ലെങ്കിൽ അത് പാമ്പിന്റെ ശക്തിയാകാം. അതിനെ തോപ്പിച്ച കർത്താവ് ഇന്ന് രാത്രിയിലും ജീവിക്കുകയാണ്. തന്റെ ജനത്തിന് കാടപ്പക്ഷിയെ കൊടുത്തു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പ് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ലിവ്യാദാൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ലിവ്യാദാനെ കുറിച്ച് പറഞ്ഞ ശേഷം ഉൽപ്പത്തി പുസ്തകത്തിലെ പാമ്പ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു പോയിന്റിൽ ഉൽപ്പത്തി പുസ്തകം ഒരു സാങ്കല്പിക ഒരു പുസ്തകമായി മാറുകയാണ്. അങ്ങനെയാണോ അദ്ദേഹം പ്രസംഗിച്ചത്? പലർക്കും സംശയമുണ്ടായി. എനിക്കും അത് കേട്ടപ്പോൾ സംശയമുണ്ടായി. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പ്രതികരിച്ചതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ല. അദ്ദേഹം തന്നെ എന്താണോ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ കേൾക്കുക, സത്യം മനസ്സിലാക്കുക. അദ്ദേഹം തിരുത്തുന്നുണ്ടോ തിരുത്തുന്നില്ലേ നമുക്ക് കേൾക്കാം. ഗോഡ് ബ്ലസ് യു. ഹലോ ഹലോ ഹലോ. പ്രിൻസ് പാസ്റ്റർ ആണോ? അതെ. പുനലൂർ സെക്ഷന്റെ പ്രസ്ബിറ്റർ അല്ലേ? അതെ. പ്രിൻസ് പാസ്റ്റർ, എന്റെ പേര് സുഭാഷ് കുമാർ എന്നാണ്. ഞാൻ വിളിച്ചതേ, നിങ്ങളൊരു പ്രസംഗം എനിക്ക് 2-3 അയച്ചു തന്നു. അതിലൊരു തെറ്റ് കാണുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. ഒരു 11 ദിവസം മുമ്പുള്ള ഒരു പ്രസംഗമാണ്. എവിടാ? ഒരു 11 ദിവസം മുമ്പുള്ള ഒരു പ്രസംഗമാണ് യൂട്യൂബിലെ. അതിനകത്ത് പാസ്റ്റർ പറയുന്നുണ്ട്, ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള പാമ്പ് എന്ന് പറയുന്നത് സാങ്കല്പിക കഥാപാത്രം എന്നാണ് പാസ്റ്റർ അത് പറയുന്നത്. എന്നാൽ ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവജനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമുണ്ടാക്കിയ കാട്ടുജന്തുക്കളെക്കാൾ പാമ്പ് കൗശലമേറിയതായിരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് നിങ്ങൾ പറയുന്നുണ്ട്, ഈ പാമ്പെന്ന് പറഞ്ഞാൽ അതൊരു സങ്കല്പ കഥാപാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ലിവ്യാദാനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണം നിങ്ങളത് ചോദിച്ച ശേഷം ആ ഒരു വീഡിയോ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇത് നിങ്ങൾ പബ്ലിക് സ്റ്റേജിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങളൊരു വീടിനകത്ത് പറഞ്ഞ കാര്യമല്ല, പബ്ലിക് സ്റ്റേജിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിന് നിങ്ങൾ സപ്പോർട്ടായിട്ട് എവിടെ നിന്നാണ്, അസംബ്ലീസ് ഓഫ് ഗോഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തൊക്കെ സംഘടനകളോ സഭകളോ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ എവിടെ നിന്നാണ് വായിച്ചെടുത്തത്? ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പാമ്പ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണെന്നുള്ളത് ഞാൻ പറയാതെ ഞാനേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൂടെ ഞാൻ പറയട്ടെ. ഈ പാമ്പ് സാങ്കല്പികം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സാങ്കല്പിക ശക്തിയാണ്. യഥാർത്ഥത്തിൽ സാത്താനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പാമ്പിന്റെ പിന്നിൽ, പാമ്പെന്ന് പറഞ്ഞ ഒരു ജന്തു, അവിടെ നമ്മളതിനെ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പം ലെവ്യാദാൻ എന്ന് പറയുന്ന ഇതിനെ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് മറ്റേത് മനസ്സിലാക്കാൻ വേണ്ടി. ഈ പാമ്പിന്റെ കാര്യം പറഞ്ഞ എളുപ്പമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ പാമ്പെന്ന് പറഞ്ഞ ഒരു ജീവിയുടെ മേളിൽ ആൾ കയറിയില്ലെന്നൊന്നും അല്ല പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ഏതൊരു കാര്യത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്.
ആ ശക്തിയുടെ മേല് ദൈവം ജയം പ്രാപിച്ചു എന്നുള്ള, അല്ലാതെ ഉൽപ്പത്തി പുസ്തകം സാങ്കല്പിക പുസ്തകമാണെന്നോ ഉൽപ്പത്തിയിലെ സംഭവങ്ങൾ സാങ്കല്പികമാണെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതാണ്. നിങ്ങളെ വീഡിയോയ്ക്ക് ചിലപ്പോൾ അത് പറഞ്ഞു ആൾക്കാർക്ക് വെച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണ അതാണ്. ഉണ്ടായി കാണും, പക്ഷെ ഞാൻ ഈ പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ലവ്യാദവനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്. അപ്പൊ അപ്പം അപ്പൊ അപ്പൊ മറ്റേതൊക്കെ അപ്പൊ അതുപോലെ ഞാൻ തന്നെ ചോദിക്കുന്നത് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ലിവ്യാദാൻ എന്ന് പറയുന്നത് ഈ ആ, തിമിംഗലത്തെയാണ് അത് സൂചിപ്പിക്കുന്നതാണ്. മുമ്പ് ഉള്ള പല രീതിയിൽ നമ്മൾ പ്രസംഗം കേട്ടിട്ടുള്ളതും അങ്ങനെ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആ കേട്ടിട്ടുള്ളത്. ആ അല്ലാതെ പലരും പഠിപ്പിക്കുന്നത് ഞാനേ അത് പുസ്തകം പരിശോധിക്കുകയാണ്, അത് ലിവ്യാദാൻ അതാണോ എന്നുള്ള കാര്യം. ഈ ലിവ്യാദാനെ അത് കുറിച്ച് നിങ്ങൾ അതും പരിശോധിച്ചു. സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലവ്യാദവന്റെ കാര്യം ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലവ്യാദവൻ എന്ന് പറഞ്ഞ ഈ നമ്മളെ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പൊയറ്റിക്കൽ ലാംഗ്വേജാ. ഈ പഴയ നിയമത്തിലെ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന എന്ത് പറഞ്ഞ ഈ ലാംഗ്വേജ് പലതുണ്ടല്ലോ. ലാംഗ്വേജ് പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പൊയറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തുവാ സദൃശ്യവാക്യങ്ങൾ, സങ്കീർത്തനങ്ങളെല്ലാം ഒരു കാവ്യ ഭാഷയിൽ ഒരു സത്യങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പൊയറ്റിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് ട്രൂത്ത് ഇല്ലെന്നുള്ളത്, അത് ട്രൂത്ത് തന്നെ, പക്ഷെ ഒരു കവി അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതിനെ അവതരിപ്പിക്കുക. അപ്പം ഈ ലവ്യാദവൻ എന്ന് പറഞ്ഞ ഒരു തിമിംഗലത്തിന്റെ തല തകർത്തു എന്നുള്ളത് ആൾക്കാരിങ്ങനെ അതും വ്യാഖ്യാനം, അതിനകത്ത് തെളിവുകളൊന്നുമില്ല. അപ്പൊ ഇത് എല്ലാ കാലത്തും ദൈവജനത്തിന്റെ നന്മയെ തടയുന്ന ഒരു പൈശാചിക പോരാട്ടങ്ങളുണ്ട്. അതിന്റെ മേൽ കർത്താവ് ജയം പ്രാപിച്ചു, അല്ലെങ്കിൽ ദൈവമക്കൾ ജയം പ്രാപിക്കുന്നു എന്നതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ബൈബിളിൽ പറഞ്ഞതൊന്നും സത്യമല്ലെന്നോ അല്ലെ ആ ഒരു വശമല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ബൈബിളിന്റെ ഇതിനെ സത്യത്തെ ചോദ്യം ചെയ്തോ അങ്ങനെയൊന്നും അല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഈ ലവ്യാദാനെ കുറിച്ച് ഞാൻ പലയിടത്തും നോക്കി, പലയിടത്തും പരിശോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലയിടത്ത് തിമിംഗലം എന്ന് പറയും, ചിലയിടത്ത് ഇതെന്ന് പറയും. അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ തിമിംഗലത്തിന്റെ തലയ്ക്കകത്തുനിന്ന് കാടപ്പക്ഷി വന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ദിവ്യാദന്റെ തലയ്ക്കകത്തുനിന്നല്ല, ആ ദൈവം തന്റെ ശക്തിയുള്ള കാറ്റുകൾ കൊണ്ട് അതിനെ ഉയർത്തി തമ്മിൽ അടിച്ച് ചിതറിപ്പിച്ച് മാംസകഷ്ണങ്ങളായി അത് കാടപ്പക്ഷികളായി മരുഭൂമിയിൽ വന്ന് നിറഞ്ഞു എന്നാണ് നമ്മൾ ശരി ശരി വ്യക്തമായി സംസാരിക്കുകയും കേട്ടിട്ടുള്ളത്. അതും അസംബ്ലീസ് ഹോളിലെ പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ടുള്ളതാ. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞ അതിനൊന്നും ഞാൻ ഈ പറഞ്ഞൊന്നും കറക്റ്റ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തിമിംഗലത്തിന്റെ തലയുടെ അകത്തുനിന്ന് വരുന്നു എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിലുണ്ട്. തിമിംഗലത്തിന്റെ തലയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പൊ അതാരാണ് പറയുന്നത്? അല്ല തലയ്ക്കകത്തുനിന്ന് വരുന്ന അതാരാ പറയുന്നത് പാസ്റ്ററെ? അല്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ പൊതുവെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നത്. ഓരോരുത്തർ സമയങ്ങളിലും പ്രസംഗിച്ചു. ഞാൻ ആ ഭാഗത്തെ തിരുത്തിന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ ഇതിനകത്ത് കാടാപ്പക്ഷി എന്ന് പറയുന്ന സംഗതി ഇല്ലയോ, അതൊരു സങ്കല്പിയാതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ അതിനകത്ത് വ്യാഖ്യാനത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ കാലത്തും ദൈവജനത്തിന്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എതിരെ ഒരിതുണ്ട്. അവയെ തോൽപ്പിച്ചു കഴിയുമ്പോഴാണ് നമുക്കുണ്ട ഡെലിവറൻസ് അല്ലെങ്കിൽ വിടുതലുകൾ സംഭവിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. അതെ, നിങ്ങൾ ലിവ്യാദാനെ കുറിച്ച് സങ്കല്പം എന്ന് പറഞ്ഞ ശേഷം അതേ സങ്കല്പ പോയിന്റാണ് നിങ്ങൾ ഈ ദൈവം സൃഷ്ടിച്ച കാട്ടുജന്തുവായ പാമ്പിലും കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് അബദ്ധം പറ്റിയതല്ല, നിങ്ങൾ ഉള്ളിയിരിക്കുന്ന ഒരു ആശയമല്ലേ ഇത്? അല്ല അതല്ല ഞാൻ പറഞ്ഞ ലിവ്യാദാന്റെ കാര്യം പറഞ്ഞു. ഞാൻ കറക്റ്റ് തന്നെ അങ്ങനെ തന്നെ പറഞ്ഞേ. ഇപ്പം മറ്റേത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. പാമ്പെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തിയെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പാമ്പ് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് മറ്റേത് മനസ്സിലാക്കാൻ വേണ്ടി പാമ്പിനെ പറഞ്ഞാൽ കുറച്ച് എളുപ്പം മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലിവ്യാദാൻ തിമിംഗലല്ലാതെ പാസ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയുന്ന ഒരു സാധനം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ലിവ്യാദാൻ എന്ന് പറയുന്നത് തിമിംഗലല്ല എന്നുള്ളതിനെ കുറിച്ച് പാസ്റ്റർ വേറെ എന്താ വായിച്ചിട്ടുള്ളത്? അല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലിവ്യാദാൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ബൈബിളിൽ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള വിവരണങ്ങളില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റു പല എഴുത്തുകൾ വായിക്കുന്നത്. അപ്പം ആ എഴുത്തുകൾ വായിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ ആശയം പറയുന്നത്. ബൈബിളിൽ അവിടെ ഉണ്ടെന്നും അങ്ങനെ പറയുന്നില്ല. ഞാനും അങ്ങനെ പറഞ്ഞില്ല. ബൈബിളിൽ അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കാലത്തും അല്ലെങ്കിൽ യഹൂദന്മാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് കടല് എന്ന് പറഞ്ഞ അടങ്ങാത്ത പ്രശ്നങ്ങളുടെ ഒരു സ്ഥലമാണ്, അവിടെ പോരാട്ടങ്ങളുടെ ഒരു സ്ഥലമാണ്. അതിന്റെ പിന്നിൽ കടലിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. അപ്പം ഈ കടൽ എന്ന് പറയുന്നത് ഒരു പൈശാചിയൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് നമ്മളെ ഈ പൊയറ്റിക്കൽ ലാംഗ്വേജിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പം മറ്റേത് ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത് കേട്ടോ. പക്ഷെ ഈ രണ്ടും സമമായിട്ടാണ് വരുന്നത്. കേൾവിക്കാർക്ക് രണ്ടും സമമായിട്ടാണ് വരുന്നത്.
അല്ല, അങ്ങനെ വന്ന് കാണും, അത് തെറ്റിദ്ധാരണ വന്ന് കാണും. ഞാനും അത് ഓർത്ത് ചിലപ്പോ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുമെന്ന് പിന്നെ ഞാൻ ഓർത്തായിരുന്നു. അതിനെ കുറിച്ച് എനിക്കത് പാസ്റ്റർ എന്ത് തിരുത്താണ് പറയാനുള്ളത് അതൊന്ന് പറയൂ. അല്ല, എനിക്ക് തിരുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തുവാ, ഈ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാമ്പ് വന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പാമ്പുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഞാൻ അവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. എല്ലാത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ജസ്റ്റ് ഒരു പാമ്പെന്നുള്ളതല്ല അതിന്റെ പിന്നിൽ. പാമ്പ് സങ്കല്പം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത്. ഇനി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ശരി, ഓക്കെ പാസ്റ്റർ, താങ്ക് യു. ശരി.